ആവർത്തനം 1:17 അവിടെ അതൊരു വലിയ വചനം. ആവശ്യമായ ഭാഗം, മനുഷ്യന് നീ ഭയപ്പെടരുത്. മനുഷ്യന് നീ ഭയപ്പെടരുത്. ഫിയർ നോട്ട് മെൻ. എന്തിന്? മനുഷ്യനെക്കുറിച്ച് ജ്ഞാനികൾക്കെല്ലാം ജ്ഞാനിയായ മഹാൻ സദൃശവാക്യം 29:25 എഴുതുന്നു, മനുഷ്യ ഭയം ഒരു ഗണി ആകുന്നു. ഇറ്റ് ഈസ് എ സ്നേർ. ഇറ്റ് ഈസ് എ സ്നേർ. ദൈവം അനുകൂലമെങ്കിൽ നിനക്ക് പ്രതികൂലം ഏവൻ. റോമർ 8:31. ദൈവം അനുകൂലമാകണം. ദൈവം അനുകൂലമാകണം. ദൈവം അനുകൂലമെങ്കിൽ നിനക്ക് ഏവൻ പ്രതികൂലമാകും. അവനൊരു ഗണി. സങ്കീർത്തനക്കാരൻ എഴുതുന്നു, മനുഷ്യൻ നിന്നോട് എന്ത് ചെയ്യും? എന്ത് ചെയ്യും? അവൻ അസ്ഥിരൻ. അവനിൽ ഒരു നിരന്തരവുമില്ല. അവൻ വാ തുറന്നാൽ ബോഷ്കും പൊങ്ങച്ചമും. അവൻ നിനക്ക് എന്ത് ചെയ്യും? അവൻ ഒരു ഗണി. ഈസ് എ സ്നേർ. അല്പം അത് ആ വാക്കിൽ എഴുതപ്പെടുത്തിയാൽ, നിന്നെ കൊടുക്കുവാനുള്ള സൂത്രം, ദാറ്റ് ഈസ് സ്നേർ. നിന്നെ കൊടുക്കുവാനുള്ള സൂത്രം അവൻ്റെ കയ്യിലുണ്ട്. അതാണ് മനുഷ്യ ഭയം ഒരു ഗണി. വലിയ പ്രതീക്ഷയോട് ഇസ്രായേൽ ജനം വീണ്ടും വീണ്ടും ബഹളം കൂട്ടിയപ്പോൾ വലിയ പ്രതീക്ഷയോട് സൗലിന്, the Bible says regarding Saul, all the male Jews were below to his soldier. ഇവനാണ് പൊക്കമുള്ളവൻ. 6 ലക്ഷം ആണുകളിൽ പൊക്കമുള്ളവൻ സൗൽ. അവൻ്റെ തോളിനും തോളിൻ്റെ താഴെയുമാണ് മറ്റാളുകൾ. അങ്ങനെ ഉള്ള മിടുമിടുക്കനെ ദൈവം തിരഞ്ഞെടുത്തത് വലിയ പ്രതീക്ഷയോട്. ആദ്യ ഫയൽ ഒപ്പിടാൻ പറഞ്ഞ്, എൻ്റെ ജനം കനാൻ നോക്കി വരുമ്പോൾ അവരെ വഴിമറിച്ചു ആക്രമിച്ചു അവരെ ഉപദ്രവപ്പെടുത്തിയ ഒരു ജാതി ഉണ്ട്, അമാൽക്കൈറ്റ്സ്, അമാൽക്കിയർ. Go and take revenge. 1 സാമുവേൽ 15:2. വിട്ടുവയ്ക്കരുത് മകനെ, അതിനാണ് നിന്നെ രാജാവാക്കിയിരിക്കുന്നത്. ചെന്ന് ജയിച്ച് നീർമൂലമാക്കി നമ്പ് തുമ്പായി തീർത്ത് കളക. ബൈബിൾ നമ്മ പഠിപ്പിക്കണം. അവൻ ചെന്ന് ജയിച്ച് നീർമൂലമാക്കി മേൽത്തരമായതിനെ ജീവനോട് കൊണ്ടുവന്നത് മാത്രമല്ല, കർത്താവിൻ്റെ വലിയ പ്രവാചകൻ ഭക്തൻ സാമുവേലിന്റെ അടുക്കൽ കള്ളം പറഞ്ഞ്, ഐ ഹാവ് ഫിനിഷ്ഡ് ദ വർക്ക് ഓഫ് ഗാഡ്, ഞാൻ നിവർത്തിച്ചിരിക്കുന്നെന്ന് കള്ളം പറഞ്ഞ്. അതിൻ്റെ കാരണം അവൻ പറയുന്നത് 1 സാമുവേൽ 15:24, ഞാൻ അവിടുത്തെ ആളുകളെ കണ്ട് ഭയപ്പെട്ട്, ഞാൻ അവിടുത്തെ മനുഷ്യരെ കണ്ട് ഭയപ്പെട്ട്. അങ്ങനെ ഉള്ളവൻ ഈ സ്ഥാനത്തിന് യോഗ്യനല്ല. സ്വന്തം ജീവന്റെ മേൽ ഭയമുള്ളവൻ ഒരുവനും ഈ സ്ഥാനത്തിന് യോഗ്യനല്ല. കർത്താവ് അവൻ്റെ ചീട്ട് കീറി അവന് പകരം ദാവീദിനെ രാജാവാക്കി. മനുഷ്യ ഭയം ഒരു ഗണി. നിന്നെ കൊടുക്കുന്ന
ഒരു സൂത്രം. ഒരു മനുഷ്യൻ എന്നാൽ അവൻ്റെ തല, അവൻ്റെ ചെസ്റ്റ്, അവൻ്റെ ശരീരമല്ല. ഒരു മനുഷ്യൻ എന്നാൽ ആ മനുഷ്യനിൽ ഉണ്ട പേഴ്സണാലിറ്റി അവൻ്റെ ഹൃദയമാണ്. മനസ്സിലായവർ കൈകളെ തട്ടണം. ആമേൻ. അവൻ്റെ ഹൃദയമാണ് അവൻ്റെ ആ മനുഷ്യൻ. His heart is the man. സദസ്സവാക്യം 23:7 വായിക്കണം. സദസ്സവാക്യം 23:7. As a man thinks in his heart, so is he. ഒരു മനുഷ്യൻ തൻ്റെ ഹൃദയത്തിൽ എന്ത് കണക്ക് കൂട്ടുന്നുവോ അതാണ് അവൻ. മനസ്സിലായോ? അല്ലാതെ നിന്റെ വെള്ളത്തോലും കൺമസിയും ലിപ്സ്റ്റിക്കും പുരുവമും ഹൃദയം ലോഹിപ്പ് ബെൽറ്റും അല്ല. നിന്റെ ഹാർട്ട്, അത് ദൈവം കാണുന്നത്. നിന്റെ ഹാർട്ടാണ് നീ. മനുഷ്യൻ്റെ ഹാർട്ട്, മനുഷ്യൻ്റെ ഹൃദയത്തെക്കുറിച്ച് പ്രവാചകൻ ജെറമ്യ എഴുതുന്നു 17:9. Of all things in the entire world, the heart of a man is so wicked and deceitfully cunning. ഒരു മനുഷ്യൻ്റെ ഹൃദയം എല്ലാറ്റിനേക്കാളും കപടം നിറഞ്ഞത്. അതിൽ 3 സ്വഭാവങ്ങളുണ്ട്. നമ്പർ 1, നീ ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്ന ആളായാൽ നിന്നെ കാണുന്ന മനുഷ്യൻ നിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി ദാഹിക്കുകയില്ല. നിന്റെ അന്ത്യത്തിനായി അവൻ നിലവിളിക്കും. മനസ്സിലാക്കിക്കൊള്ളുക. നിന്റെ ഉയർച്ചയുടെ അന്ത്യത്തിനായി അവൻ നിലവിളിക്കും. ഇതാണ് മനുഷ്യന്റെ ഹൃദയം. ഫിലാത്തോസ് എന്നുള്ള ജഡ്ജ് എൻ്റെ അപ്പൻ യേശുവിനെ അവൻ്റെ മുമ്പിൽ നിർത്തി. പൈലറ്റിൻ്റെ ഭാര്യ ഒരു ദിവസത്തിന് മുമ്പ് സ്വപ്നം കണ്ട് ഭർത്താവിന് താക്കീത് നൽകിയ മനുഷ്യ, നീ ഇതുവരെ വിധിച്ചിട്ടുള്ള ഒരു മനുഷ്യനെ പോലല്ല നിന്റെ മുമ്പിൽ കയ്യും കെട്ടി നിൽക്കുന്ന ഈ ജീസസ്. അവൻ നീതിമാൻ. Therefore be careful. ജാഗ്രത വേണം. ആരും അവഗണിച്ചു വകവച്ചില്ല. ഒരിക്കൽ ജഡ്ജ്മെന്റ് എഴുതി. He is innocent. My Jesus is innocent. ഇവൻ കളങ്കമില്ലാത്തവൻ, ആകയാൽ ഞാൻ ശിക്ഷിക്കുന്നില്ല. അതിനെ ചവിട്ടുകുട്ടയിലിട്ട് ജനം ബഹളം കൂട്ടി. Don't set him free. 2ാം പ്രാവശ്യം ജഡ്ജ്മെന്റ് എഴുതി. അതിനെയും അവർ വിട്ടില്ല. അല്ല, ഞങ്ങൾക്ക് പരബാസ് മതി, ക്രിസ്തുവിനെ ക്രൂശിക്കുക. 3ാം പ്രാവശ്യവും പൈലറ്റ് ജഡ്ജ്മെന്റ് എഴുതി. അതിനെയും വിട്ടില്ല. അവരുടെ നിലവിളി ഉയർന്ന് their voice prevailed. അവരുടെ നിലവിളി ഫലിച്ചു. അനീതിയുടെ നിലവിളി ഫലിച്ചു. അക്രമികളുടെ, അത് അന്നും ഇന്നും എന്നും അങ്ങനെ തന്നെ, അക്രമികളുടെ നിലവിളി ഫലിച്ചു. their voice prevailed. അന്ത്യത്തിനായി, നീതിയുടെ അന്ത്യത്തിനായി, സ്നേഹസ്വരൂപനായ യേശുവിൻ്റെ അന്ത്യത്തിനായി നിലവിളിച്ച നിലവിളി ഫലിച്ചു. അത് മനുഷ്യൻ്റെ സ്വഭാവം. നീ നേരെ നടന്നാൽ നിന്റെ അന്ത്യത്തിനായി, നിന്റെ പരാജയത്തിനായി, നിന്റെ അവസാനം കാണുവാൻ നിലവിളിക്കും. അതാണ് മനുഷ്യൻ. നമ്പർ 1. 2ാമത്, സിനിമയ്ക്ക് പോയാൽ പോകാൻ പറയും. കഥകളി കാണാൻ പോയാൽ പോകാൻ പറയും. കള്ളുകടയ്ക്ക് പോയാൽ പോകാം, നമുക്ക് പോകാമെന്ന് പറയും. തീർത്ഥാടന കേന്ദ്രം, ക്ഷേത്രം, ഉത്സവം, മരപ്പാലം, ക്രിസ്മസ് ആഘോഷം, സ്റ്റാർ, കേക്ക്, ബാറ്, ഞാനും വരാം, നമുക്ക് പോകാമെന്ന് പറയും. നീ യേശുവോട് നിലവിളിക്കാൻ വന്നാൽ നിന്നെ ശാസിക്കും.
കാരണം ശാസിക്കുന്നവൻ തകർന്നു പോവുകയില്ല, അവൻ പണിത് ഉയരും. നിന്റെ ഉയർച്ചയിൽ കണ്ണുകടി ഉള്ളവൻ നിന്നെ ശാസിക്കും. ഇതാണ് മർക്കോസ് 10:48 സംഭവിച്ചത്. വഴിയരുകെ കിടന്നവൻ യേശു വരുന്നത് കുരുടൻ അറിഞ്ഞ്, ദാവീദ് പുത്ര മനസ്സലിയണമേ. ലൂക്കോസ് സുവിശേഷകൻ അതേ സംഭവം എഴുതുന്നു. One who walked ahead of Jesus threatened him. യേശുവിൻ്റെ മുമ്പിൽ നടന്ന ആളുകൾ അവനെ ശാസിച്ചു. നീ നന്നാകരുത്, നീ നന്നാകരുത് എന്നുള്ള ചിന്ത ഉള്ളവൻ മനുഷ്യൻ. മൂന്നാമത്, അടയും വിഞ്ചി നീ വന്നാൽ നിന്നെ തടസ്സപ്പെടുത്തും. മർക്കോസ് സുവിശേഷം 2:3 രോഗിയെ കൊണ്ടുവന്ന ആളുകൾ യേശുവിൻ്റെ അടുത്തവനെ കൊണ്ടുപോകാൻ വിടാതെ പുരുഷാരം അവരെ വിട്ടില്ല. ആമേൻ. ഇതാണ് മനുഷ്യൻ. മനുഷ്യന് നീ ഭയപ്പെടേണ്ട. ഇനിയും ഭയമുണ്ടോ? അടുത്ത വിട്ട് അൽപോത്സമയെ കണ്ട് ഭയമുണ്ടോ? അടുത്ത വിട്ട് അംബ്രോസിനെ കണ്ട് നിനക്ക് ഭയമുണ്ടോ? നീ ദൈവത്തെ ഭയപ്പെടണം. നീ യേശുവിനെ ഭയപ്പെടണം. നീ രാജാതി രാജാവിനെ ഭയപ്പെടണം. കാൽവരി മലമുകളിലേറി നീ ഞങ്ങൾക്കായി കാൽകരം തൂങ്ങി മരിച്ചുയിർത്തേകിയ കാൽകരം ചേർന്നു തൂങ്ങി മരിച്ചുയിർത്തേകിയ നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. പാപിയെക്കുറിച്ച് ഭയപ്പെടേണ്ട. ഞാൻ ബലഹീനൻ, ഉദവാട്ടവൻ, ഞാൻ ഒറ്റയ്ക്ക്, എൻ്റെ കുടുംബം ചെറിയത്, വിശ്വാസികൾ എന്നോടൊപ്പം കുറച്ചേ ഉള്ളു എന്ന് നീ ഭയപ്പെടേണ്ട. മൂന്നാമത്, ഏത് മനുഷ്യനും എത്ര വലിയവനും നീ ക്രിസ്തുവിൽ ആശ്രയിച്ച് നിന്നാൽ നിന്നെ കാട്ടിലും ചെറിയവനാണ്. നീ അവന് ഭയപ്പെടേണ്ട. നാലാമത്, മരണത്തെ ഭയപ്പെടേണ്ട. കൈകൾ ഉയർത്തി, കൈകളെ തട്ടി. Never fear on death. എബ്രായർ 2:14-15 മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും, ആരാണ് അവനും? ക്രിസ്തു യേശുവും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി. അതിലൊരു വ്യത്യാസമുണ്ട്. നീയും ഞാനും ജനിച്ചതുപോലല്ല അവൻ ജനിച്ചത്. നീയും ഞാനും ജനിച്ചത് നമ്മുടെ അപ്പന്മാരുടെ ശക്തിയാൽ, പുഷ്ടിയാൽ, രക്തത്തിൻ്റെ ബലത്താൽ. യേശു ജനിച്ചത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ. അവൻ ജഡത്തിൽ വെളിപ്പെട്ട്. കൊലോസ്യ ലേഖനത്തിൽ പൗലോസ് വളരെ മനോഹരമായി 2:9 എഴുതുന്നു. ക്രിസ്തുവിൽ അല്ലോ ദൈവത്തിൻ്റെ സർവസമ്പൂർണതയും, ക്രിസ്തുവിലല്ലോ പിതാവാം ദൈവത്തിൻ്റെ സർവസമ്പൂർണതയും ദേഹരൂപത്തിൽ ആയത്. ആമേൻ. നമ്മെപ്പോലെ ജഡത്തിൽ അവൻ വെളിപ്പെട്ടു എങ്കിലും നമ്മെപ്പോലല്ല. പിതാവാം ദൈവത്തിൻ്റെ സർവസമ്പൂർണതയും തൻ്റെ ദേഹത്തിൽ ധരിച്ചു വഹിച്ച് ഇറങ്ങി വന്ന് മരിച്ചു ഉയർത്ത്. ഹല്ലേലൂയ. അങ്ങനെ മരണത്തിൻ്റെ അധികാരിയായ പിശാസിനെ എങ്ങനെ ഉയർത്ത്?
താൻ പറഞ്ഞതിൻ പ്രകാരം ഉയർത്ത്. കൈകളെ തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തുക. അബദ്ധവശത്താൽ സംഭവിച്ചതല്ല. അവൻ പറഞ്ഞ് several times he talked. Before his death several times he talked, I will rise. അതുപോലെ ലൂക്കോസ് 24:7 പറഞ്ഞതിൻ പ്രകാരം ഉയർത്ത് മരണത്തെ ജയിച്ചു. പഴയ നിയമഭക്തന്മാർ, അത് യോബ് ആയാലും അത് എസെക്കിയേലായാലും ആരായാലും, മരണാന്തരം അവരുടെ വിശ്രമസ്ഥലം ലൂക്കോസ് 16:22 ആബ്രഹാമിൻ്റെ മടി. എന്താകുമോ, ഞങ്ങൾക്ക് എന്താകുമോ? അതാണ് യോബ് എഴുതുന്നത്, ഞാൻ പാതാളത്തിലേക്ക് പോകുന്നു. ലൂക്കോസ് 16:22 ഏത് ഭക്തനും മരണാന്തരം ചെന്ന് വിശ്രമിക്കുന്നത് ആബ്രഹാമിൻ്റെ മടി. ലൂക്കോസ് 16:22 മരണഭീതി അവർക്കുണ്ട്. ഇന്ന് ക്രിസ്തുവിൽ മരിക്കുന്ന ഒരുവനും മരണഭീതിയില്ല. കാരണം പൗലോസ് എഴുതുന്ന ഫിലിപ്പിയർ 1:23 എൻ്റെ ശരീരം വിട്ട് എൻ്റെ ജീവൻ പിരിഞ്ഞാൽ വരുന്നത് മരണം, വിട്ടു പിരിഞ്ഞ് ഞാൻ ക്രിസ്തുവിനോട് കൂടെ. ആമേൻ. ആകയാൽ നീ മരണത്തെ ഭയപ്പെടേണ്ട. ഞങ്ങളുടെ വിലാസം: മിനിസ്ട്രി ഓഫ് ജീസസ്, പ്രയർ ഗാർഡൻസ്, പോസ്റ്റ് ബോക്സ് നമ്പർ 20, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, നെയ്യാറ്റിങ്കര 695121, തിരുവനന്തപുരം. ഫോൺ നമ്പർ 0471 222 0100.